ന്യൂസ് മലയാളം ബിഗ് ഇമ്പാക്ട് അവയവമാറ്റ ശസ്ത്രക്രിയയിൽ ക്രമക്കേട് കണ്ടെത്തൽ കേസുകളുടെ അന്വേഷണത്തിൽ കൊച്ചി ലേക്ക് ഷോർ മെഡിക്കൽ ട്രസ്റ്റ് അമൃത ആശുപത്രികളുടെ ശസ്ത്രക്രിയ വിവരങ്ങളില്ല. ചികിത്സാ ചെലവിന്റെ ദാതാവിന്റെ തുടർ ചികിത്സയുടെ വിവരങ്ങളും ആശുപത്രികളിൽ കണ്ടെത്താനായിട്ടില്ല. ക്രമക്കേട് സംബന്ധിച്ച വിവരങ്ങൾ ന്യൂസ് മലയാളം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ റിപ്പോർട്ട് ശരിവെക്കുന്നതാണ് കേസ് ഓട്ടോയുടെ പ്രാഥമിക അന്വേഷണ വിവരം. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അഞ്ജു ജയപ്രകാശ് ചേരുന്നുണ്ട്. ആദ്യം അഞ്ജു, കേസ് ഓട്ടോയുടെ ഈ ഒരു പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് എങ്ങനെയാണ്? അതായത് ന്യൂസ് മലയാളത്തിന്റെ വാർത്ത ശരിവെക്കുന്ന രീതിയിലാണോ കേസ് ഓട്ടോയുടെ റിപ്പോർട്ട്? നയന, ന്യൂസ് മലയാളത്തെ സംബന്ധിച്ചിടത്തോളം ബിഗ് ഇമ്പാക്റ്റ് ആണ് ഉണ്ടായിരിക്കുന്നത്. നമ്മുടെ കൊച്ചിയിലെ റാഫി കണ്ടെത്തിയ അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 5 വർഷവുമായിട്ട് നടന്നിട്ടുള്ള ക്രമക്കേടിന്റെ കൃത്യമായ വിവരങ്ങൾ അന്വേഷിച്ച് നമ്മൾ വാർത്ത പുറത്തു കൊണ്ടുവന്നിരുന്നു. ആ വാർത്തയിൽ ഏറ്റവും പ്രധാനമായിട്ട് 3 ആശുപത്രികളുടെ പേരാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ലേക്ക് ഷോർ, കൊച്ചി മെഡിക്കൽ ട്രസ്റ്റ്, അമൃത എന്നീ ആശുപത്രികൾ. ഈ ആശുപത്രികൾ നടന്നിട്ടുള്ള ക്രമക്കേട് അത് അക്കമിട്ട് നിരത്തി ശരിവെക്കുന്ന തരത്തിലാണ് കേസ് ഓട്ടോയുടെ പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ആ പരിശോധന സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. ജീവിച്ചിരിക്കുന്നവരിൽ നിന്ന് അവയവദാനം നടത്തുന്നതിൽ ക്രമക്കേടുണ്ടെന്നാണ് ഇപ്പോൾ കേസ് ഓട്ടോ കണ്ടെത്തിയിരിക്കുന്നത്. ഓഡിറ്റ് വിവരങ്ങൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നില്ല. ദാതാവിന്റെ തുടർ ചികിത്സാ വിവരങ്ങൾ ആശുപത്രിയിൽ ഇല്ലെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതായത് 2014 മുതൽ നിലവിൽ ഒരു നിയമമുണ്ട്. ഈ തുടർ ചികിത്സയ്ക്കായി എത്തുന്ന അല്ലെങ്കിൽ തുടർ ചികിത്സ 1 വർഷമെങ്കിലും നൽകണമെന്നുള്ളത്. പക്ഷേ നിലവിൽ ഈ 3 ആശുപത്രിയിലും അവയവദാനം നടത്തുന്ന ആളുകൾക്ക് തുടർ ചികിത്സ 3 മാസത്തിൽ കൂടുതൽ ലഭ്യമാകുന്നില്ല എന്നടക്കമുള്ള വിവരങ്ങളാണ്, ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ നിലവിൽ പുറത്തു വന്നിട്ടുള്ള ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ഒപ്പം തന്നെ ഈ ശസ്ത്രക്രിയ നടത്തിയ ശേഷം ഇത് ശസ്ത്രക്രിയ വിജയകരമായിട്ട് പൂർത്തിയാക്കി കഴിഞ്ഞോ, ഇതിന്റെ നിരക്ക് എത്ര, ഇത് പരാജയപ്പെട്ടോ, ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു വിവരങ്ങളും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നൽകുകയോ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുകയോ ചെയ്തിട്ടില്ല എന്നതുകൂടിയാണ് കേസ് ഓട്ടോയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ കൃത്യമായ പരിശോധനകൾ അതിൽ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ ശരിവെക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് കേസ് ഓട്ടോ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഈ കണ്ടെത്തിയ കാര്യങ്ങൾ അത് കൃത്യമായ റിപ്പോർട്ട് ഗവൺമെന്റിന് നൽകിയിരിക്കുന്നു എന്നൊരു വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരികയാണ്. ഒരു മാർഗനിർദ്ദേശങ്ങളും പാലിക്കാതെ, സർക്കാരിന്റെ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാതെയാണ് ഈ ആശുപത്രികൾ അവയവ കച്ചവടം നടത്തുന്നത് എന്നതിന്റെ വ്യക്തമായ തെളിവുകളാണ് നൈന ഈ നിമിഷം പുറത്തേക്ക് വരുന്നത്. തുടർ ചികിത്സ കൃത്യമായിട്ടില്ല. ഇത് സംബന്ധിച്ച് ആശുപത്രിയുടെ വിശദീകരണം ഇങ്ങനെയാണ്. അതായത് തങ്ങൾ ഒറ്റയ്ക്കല്ല ഇത് സംബന്ധിച്ചിട്ടുള്ള തീരുമാനമെടുക്കുന്നത്. ഇത് സംബന്ധിച്ചിട്ടുള്ള കമ്മിറ്റിയോട് ആലോചിച്ച ശേഷമാണ് ഇത്തരത്തിൽ അവയവദാനം ഉൾപ്പെടെ നടത്തുന്നത്. അത് സംബന്ധിച്ചിട്ടുള്ള വിശദീകരണം ആശുപത്രി ഇത്തരത്തിലാണ് നൽകിയിരിക്കുന്നത്. എന്തായാലും നമ്മൾ കൊണ്ടുവന്ന സർക്കാർ അന്വേഷിക്കേണ്ട കാര്യം ഒരു മാധ്യമ പ്രവർത്തകർ അന്വേഷിച്ച് കണ്ടെത്തിയിരിക്കുകയാണ്. സർക്കാരിന്റെ ഇത്തരത്തിൽ സ്വകാര്യ ആശുപത്രിയിൽ നടക്കുന്ന അവയവ കച്ചവടം അത് ശരിവെക്കുന്ന തരത്തിൽ കൃത്യമായ രേഖകളില്ലാതെ, മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാതെ അവയവ മാറ്റം നടത്തുന്നു എന്നതിന്റെ കൃത്യമായ തെളിവുകളാണ് ഈ നിമിഷം പുറത്തേക്ക് വരുന്നത്. നയന, നമുക്ക് ഒപ്പം റാഫി കരീം കൂടി ചേരുന്നുണ്ട്. റാഫി, ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. കാരണം ഇത്രയും വലിയൊരു ഇമ്പാക്ട് ഈ വാർത്തയ്ക്കുണ്ടായിരിക്കുന്നു. കാരണം നമ്മൾ റാഫി പുറത്തുവിട്ട ഈ ഒരു വാർത്ത ശരിവെക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കേസ് ഓട്ടോയുടെ റിപ്പോർട്ട് പുറത്തു വരുന്നത്. അതായത് ഈ ആശുപത്രികളുടെ പേരെടുത്തു പറഞ്ഞുകൊണ്ടാണോ കേസ് ഓട്ടോയുടെ പ്രാഥമിക അന്വേഷണ വിവരം? തീർച്ചയായും ആശുപത്രികളുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് കേസ് ഓട്ടോ ഇപ്പോൾ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. ഈ റിപ്പോർട്ട് പ്രകാരം 3 ആശുപത്രികൾ, പ്രധാനമായും കൊച്ചി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അവയവമാറ്റ ശസ്ത്രക്രിയകൾ കൂടുതലായി നടത്തുന്ന 3 ആശുപത്രികളുടെ ഇതുമായി ബന്ധപ്പെട്ട കണക്കുകളിൽ വ്യക്തതയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഈ വിവരങ്ങൾ കേസ് ഓട്ടോയിൽ അറിയിക്കുന്നതിൽ ഈ 3 ആശുപത്രികളും വീഴ്ച വരുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് കേസ് ഓട്ടോയുടെ ഓഡിറ്റിംഗിൽ കണ്ടെത്തിയത്. 29-ാം തീയതിയായിരുന്നു ഇത്തരത്തിൽ ഈ 3 ആശുപത്രികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവയവമാറ്റ ശസ്ത്രക്രിയകളിൽ വലിയ ക്രമക്കേടുകൾ നടക്കുന്നുണ്ട്, ഈ കണക്കുകളിൽ ക്രമക്കേടുകൾ നടക്കുന്നുണ്ട് എന്നും ഈ ആശുപത്രികൾ കേന്ദ്രീകരിച്ച് ഏജന്റുമാർ
നടത്തുന്ന അവയവ കച്ചവടത്തിന്റെ കണക്കുകളും ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പണമിടപാടുകളും ആശുപത്രി അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട് ഏജന്റുമാർക്ക് നൽകുന്ന ഒത്താശയും എല്ലാം നമ്മൾ പുറത്തുവിട്ടത്. ഇതിനെ സ്വാധീകരിക്കുന്ന രീതിയിലുള്ള അന്വേഷണ റിപ്പോർട്ടാണ് കേസുകളുടെ ഭാഗത്ത് നിന്ന് പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഓഡിറ്റ് നടത്താൻ കേസോട്ടോ തീരുമാനിച്ചത്. ഈ ഓഡിറ്റുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വിവരങ്ങളിലാണ് ഇത്തരത്തിൽ കേസോട്ടോയിലേക്ക് നൽകേണ്ട വിവരങ്ങളിൽ പോലും ആശുപത്രി അധികൃതർ വ്യക്തത വരുത്തുന്നില്ല എന്നുള്ള വിവരം പുറത്തു വന്നിരിക്കുന്നത്. ഒപ്പം തന്നെ അവയവമാറ്റത്തിന്റെ കണക്കുകൾ കൃത്യമായി കേസോട്ടോയെ അറിയിക്കുന്നില്ല. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് അവയവമാറ്റ ശസ്ത്രക്രിയയുടെ ജയപരാജയങ്ങൾ എത്ര ശതമാനമുണ്ട് എന്നുള്ള കണക്കുകൾ അറിയിക്കുന്നില്ല. ഒപ്പം ഈ അവയവമാറ്റ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ടുള്ള തുടർ ചികിത്സാ വിവരങ്ങൾ അറിയിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വീഴ്ചയായി പറയേണ്ടത്. കാരണം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഏജന്റുമാരെത്തിക്കുന്ന അവയവദാതാക്കളിൽ അവർ കാശിന് വേണ്ടിയാണ് വരുന്നത്. അവയവമാറ്റ ശസ്ത്രക്രിയ കഴിഞ്ഞതിന് ശേഷം ഈ ഏജന്റുമാരോ ആശുപത്രി അധികൃതരോ ഒപ്പം തന്നെ അവയവം സ്വീകരിക്കുന്നവരോ ഇവരെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ഒരു വാർത്ത നമ്മൾ നൽകിയത്. ഇത് സാധൂകരിക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്ന വിവരങ്ങൾ. ഈ അവയവദാതാക്കളുടെ തുടർ ചികിത്സാ വിവരങ്ങൾ കേസോട്ടോയുടെ പക്കലോ ആശുപത്രി അധികൃതരുടെ പക്കലോ ഇല്ല എന്നുള്ളതിൽ നിന്ന് വ്യക്തമാകുന്നത് ഒരു തരത്തിലുമുള്ള തുടർ ചികിത്സ ഈ അവയവ കച്ചവടത്തിന്റെ ഭാഗമായി അവയവം നൽകുന്നവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ഇത് തന്നെയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നത്. ഒപ്പം തന്നെ നമ്മൾ പേരെടുത്ത് പറഞ്ഞ ആശുപത്രികൾ കേസോട്ടോയുടെ അന്വേഷണത്തിലും ഈ ആശുപത്രികളിൽ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാകുകയാണ്. എറണാകുളത്തെ ലേശ്വർ ആശുപത്രിയും ഒപ്പം തന്നെ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയും അമൃത ആശുപത്രി, ഈ 3 ആശുപത്രികളിലാണ് ഇത്തരത്തിൽ വലിയ തോതിലുള്ള അവയവമാറ്റ ശസ്ത്രക്രിയകൾ കഴിഞ്ഞ 5 വർഷത്തിനിടെ നടന്നിരിക്കുന്നത്. ഈ ആശുപത്രികളിലാണ് ഇത്തരത്തിൽ കേസോട്ടോയുടെ അന്വേഷണത്തിലും വീഴ്ച സംഭവിച്ചിരിക്കുന്നത്. നമ്മൾ വാർത്ത നൽകി 4 ദിവസത്തിന് ശേഷമാണ് ഒരു ഓഡിറ്റ് നടത്താൻ കേസോട്ടോ തീരുമാനിക്കുന്നത്. ആ ഓഡിറ്റ് വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുമ്പോൾ ഒരു 6 ദിവസത്തിനപ്പുറമാണ് ഇപ്പോൾ കേസോട്ടോയിൽ നിന്നുള്ള ഓഡിറ്റ് വിവരങ്ങൾ തന്നെ പുറത്തു വരുന്നത്. ഈ ഓഡിറ്റ് വിവരങ്ങളിൽ ഇത്തരത്തിൽ വലിയ വീഴ്ചകൾ കണ്ടെത്തിയതോടെ ഈ ആശുപത്രികൾക്കെതിരെ നടപടിയെടുക്കാൻ സർക്കാർ നിർബന്ധിതമായിരിക്കുകയാണ്. അതായത് ഈ ഒരു കേസോട്ടോയുടെ അന്വേഷണ റിപ്പോർട്ട് അത്രയും ഗുരുതരമാണ്, അത്രയും ക്രമക്കേട് കണ്ടെത്തിയിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഏത് രീതിയിലുള്ള ഇനിയെങ്കിലും സർക്കാർ ഒരു നടപടി സ്വീകരിക്കുമോ എന്നത് തന്നെയല്ലേ നമ്മൾ ഉറ്റുനോക്കുന്നത്? തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട് 29-ാം തീയതി നമ്മൾ പൂർണ്ണമായ തെളിവുകളോടെ തന്നെ, രേഖകളോടെ തന്നെ, ദൃശ്യങ്ങളോടെ തന്നെ ഈ വാർത്ത നൽകിയതിനു ശേഷം ആരോഗ്യമന്ത്രിയുടെയും ആരോഗ്യ വകുപ്പിന്റെയും പ്രതികരണം തേടിയിരുന്നാൽ 4 ദിവസത്തിനപ്പുറം ഈ അന്വേഷണം നടത്തുന്നതായി അറിയിച്ചുകൊണ്ട് ഒപ്പം തന്നെ ഓഡിറ്റ് നടത്തുന്നതായി അറിയിച്ചുകൊണ്ട് കേസോട്ടോയുടെ ഒരു പത്രക്കുറിപ്പ് മാത്രമാണ് ഇറങ്ങിയത്. എന്നാൽ ആരോഗ്യമന്ത്രിയെ നിരന്തരം ബന്ധപ്പെട്ടിട്ടും ഒരു തരത്തിലും പ്രതികരിക്കാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് തയ്യാറായിരുന്നില്ല. ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥരും ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണമോ പരിശോധന നടത്തുന്നതായി നമ്മളോട് പ്രതികരിച്ചിരുന്നില്ല. ഇതിനുശേഷമാണ് കേസോട്ടോ ഇത്തരത്തിൽ ഓഡിറ്റ് നടത്തുന്ന വിവരം പുറത്തു വരുന്നത്. ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തെന്നാൽ ഇത്തരത്തിൽ ഈ ഓഡിറ്റിൽ വലിയ വീഴ്ചകൾ കണ്ടെത്തിയ സാഹചര്യത്തിൽ ഈ 3 ആശുപത്രികൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കേണ്ടി വരും. 1994 അവയവമാറ്റവുമായി ബന്ധപ്പെട്ടുള്ള കേന്ദ്ര സർക്കാർ നിയമത്തിന്റെ പരിധിയിൽ വരുന്ന നിയമലംഘനങ്ങൾ ഈ ആശുപത്രികൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന ഈ റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ആശുപത്രികൾക്കെതിരെ ശക്തമായ നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് എടുക്കേണ്ടി വരും. ഒപ്പം തന്നെ ക്രിമിനൽ നടപടിക്രമങ്ങളിലേക്ക് പോകേണ്ടി വരും. ഇത്തരത്തിൽ വീഴ്ച സംഭവിച്ചാൽ ഏറ്റവും സൂക്ഷ്മമായി നടക്കേണ്ട പ്രക്രിയയാണ് അവയവമാറ്റ ശസ്ത്രക്രിയകൾ. ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രക്രിയകളും വളരെ സുതാര്യമായി സൂക്ഷ്മതയോടെ വേണം പൂർത്തിയാക്കാൻ. ഈ പ്രക്രിയകളിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ വീഴ്ച സംഭവിച്ച ആളുകൾക്കെതിരെ ക്രിമിനൽ നടപടിക്രമങ്ങൾ അനുസരിച്ചുള്ള നടപടിയിലേക്കാണ് പോകേണ്ടത്. അത്തരത്തിൽ പോലീസുമായി ബന്ധപ്പെട്ട് ഒപ്പം തന്നെ ക്രിമിനൽ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ഈ ആശുപത്രികൾക്കെതിരെ, ഇതുമായി ബന്ധപ്പെട്ട് വീഴ്ച സംഭവിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ, ഇതുമായി ബന്ധപ്പെട്ട് വീഴ്ച സംഭവിച്ച ആശുപത്രി ജീവനക്കാർക്കെതിരെ എല്ലാം എടുക്കേണ്ടി വരും. അത്തരത്തിലുള്ള നടപടികളിലേക്കാണ് ഇനി സർക്കാർ കടക്കുക. അവയവമാറ്റ ശസ്ത്രക്രിയയിൽ ക്രമക്കേട് കണ്ടെത്തിയിരിക്കുന്നത് കേസോട്ടോയുടെ അന്വേഷണത്തിലാണ്. കൊച്ചി ലേക്ഷോർ ഒപ്പം തന്നെ മെഡിക്കൽ ട്രസ്റ്റ്, അമൃത ആശുപത്രികളിലാണ് ഈ ഒരു ശസ്ത്രക്രിയയുടെ വിവരങ്ങളില്ല എന്ന നിർണായകമായ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവരുന്നത്. ചികിത്സാ ചെലവിന്റെ ദാതാവിന്റെ തുടർ ചികിത്സയുടെ വിവരങ്ങളും ആശുപത്രികളിൽ കണ്ടെത്താനായിട്ടില്ല. ഈ ക്രമക്കേട് സംബന്ധിച്ച് ന്യൂസ് മലയാളം നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ റിപ്പോർട്ട് പൂർണ്ണമായും ശരിവെക്കുന്നതാണ് ഇപ്പോൾ കേസോട്ടോയുടെ പ്രാഥമിക അന്വേഷണ വിവരങ്ങളാണ് തിരുവനന്തപുരത്ത് നിന്ന് അഞ്ജു ജയപ്രകാശും ഒപ്പം ഈ വാർത്ത പുറത്തുകൊണ്ടുവന്ന റാഫി കരീമും നമുക്കൊപ്പം നൽകിയത്.